നമസ്കാരം. നല്ല സ്വഭാവമുള്ള, സഹതാപമുള്ള ഒരു സാധാരണ മനുഷ്യന് പെട്ടെന്ന് എങ്ങനെ ഒരു അതിക്രൂരനായ വില്ലനായി മാറാൻ കഴിയും? കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് എന്നും മനഃശാസ്ത്രജ്ഞരെ കുഴയ്ക്കുന്ന ഒരു വലിയ ചോദ്യമാണിത്. ഈ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ 1971 അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ഒരു പരീക്ഷണം നടന്നു. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും നിഗൂഢവുമായ മനഃശാസ്ത്ര പരീക്ഷണത്തിന്റെ കഥയാണ് ലൂസിഫർ എഫക്റ്റ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഫിലിപ്പ് സിംബാർഡോയുടെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണം ആസൂത്രണം ചെയ്തത്. തികച്ചും സാധാരണക്കാരായ, യാതൊരുവിധ കുറ്റകൃത്യ പശ്ചാത്തലവുമില്ലാത്ത, ശാരീരിക മാനസിക ആരോഗ്യവാനായ 24 കോളേജ് വിദ്യാർത്ഥികളെയാണ് ഇതിനായി തെരഞ്ഞെടുത്തത്. സർവകലാശാലയുടെ ബേസ്മെന്റ് ഒരു കൃത്രിമ ജയിലാക്കി മാറ്റി. ഈ വിദ്യാർത്ഥികളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചു: ജയിൽ ഗാർഡുകളെന്നും തടവുകാർ എന്നും. തടവുകാരായ വിദ്യാർത്ഥികളെ യഥാർത്ഥ ക്രിമിനലുകളെ പോലെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിച്ചിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുവന്നത്. അവർക്ക് പ്രത്യേക നമ്പറുകളും വസ്ത്രങ്ങളും നൽകി. ഗാർഡുമാർക്ക് ഔദ്യോഗിക യൂണിഫോം, ലാത്തിയും കറുത്ത കണ്ണടയും നൽകി ജയിലിന്റെ പൂർണ്ണ നിയന്ത്രണം ഏൽപ്പിച്ചു. 2 ആഴ്ചത്തേക്ക് നിശ്ചയിച്ച ഈ പരീക്ഷണത്തിൽ ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ലെന്ന ഒരൊറ്റ നിബന്ധന മാത്രമാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചത്. പരീക്ഷണം ആരംഭിച്ചു 2-ാം ദിവസം തന്നെ കാര്യങ്ങൾ ശാസ്ത്രജ്ഞരുടെ കൈവിട്ടുപോയി. അതുവരെ ശാന്തരായിരുന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്ക് കിട്ടിയ അധികാരം ആസ്വദിക്കാൻ തുടങ്ങി. ജയിൽ ഗാർഡുമാരായവർ തങ്ങളുടെ ക്രൂരതകളാണ് തങ്ങളുടെ സഹപാഠിയായ തടവുകാരോട് കാട്ടിയത്. തടവുകാരെ നഗ്നരായി നിർത്തുക, ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക, തണുത്ത തറയിൽ കിടത്തുക, ശുചിമുറിയിൽ പോകാൻ അനുവദിക്കാതെ മാനസികമായി പീഡിപ്പിക്കുക തുടങ്ങിയ ക്രൂരമായ വിനോദങ്ങളിൽ ഗാർഡുമാർ ഏർപ്പെട്ടു. തടവുകാരായ വിദ്യാർത്ഥികളാകട്ടെ ഇത് വെറും ഒരു പരീക്ഷണമാണെന്ന കാര്യം മറന്ന് യഥാർത്ഥ തടവുകാരെ പോലെ ഭയന്ന് വിറയ്ക്കാനും അനുസരണയുള്ളവരാകാനും തുടങ്ങി. ചില വിദ്യാർത്ഥികൾക്ക് കടുത്ത മാനസികാഘാതവും വിഷാദ രോഗ ലക്ഷണങ്ങളും ഉണ്ടായി. സ്ഥിതിഗതികൾ അത്യന്തം ഭയാനകമായതോടെ 14 ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത പരീക്ഷണം വെറും 6 ദിവസം കൊണ്ട് ശാസ്ത്രജ്ഞർക്ക് നിർത്തേണ്ടി വന്നു. ഇതിനെ പിന്നീട് ലൂസിഫർ എഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. ബൈബിൾ കഥകളിൽ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാലാഖയായിരുന്ന ലൂസിഫർ പിന്നീട് അഹങ്കാരം മൂത്ത് പിശാചായി മാറിയ ചരിത്രത്തിൽ നിന്നാണ് ഫിലിപ്പ് സിംബാർഡോ ഈ പേര് സ്വീകരിച്ചത്. ഒരു വ്യക്തി ജന്മനാ ക്രൂരനായി ജനിക്കുകയല്ല, അയാൾ ജീവിക്കുന്ന സാഹചര്യവും അയാൾക്ക് ലഭിക്കുന്ന അനിയന്ത്രിതമായ അധികാരവുമാണ് അയാളെ ക്രൂരനാക്കുന്നതെന്ന് ഈ പരീക്ഷണം തെളിയിച്ചു. നല്ല ചുറ്റുപാടിൽ വളരുന്ന ഏതൊരു സാധാരണക്കാരനും അനുകൂലമായ സാഹചര്യവും ചോദ്യപ്പെടാനാകാത്ത അധികാരവും ലഭിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ക്രൂരനായ പിശാചായി മാറാമെന്ന് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് ലൂസിഫർ എഫക്റ്റ് ലോകത്തിന് മുന്നിൽ തുറന്നിട്ടത്. ഇന്നും ലോകത്തിലെ പല യുദ്ധങ്ങളെയും ജയിലുകളിലെ പീഡനങ്ങളെയും വിശകലനം ചെയ്യാൻ മനഃശാസ്ത്രജ്ഞർ ഈ ലൂസിഫർ എഫക്റ്റ് തന്നെയാണ് പ്രധാന ആയുധമാക്കുന്നത്. വെബ് തത്തുമൈ TV.